ഗോൾസ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് എഫക്റ്റീവ് ആവണമെന്നില്ല. അതേപോലെ നമ്മൾ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന്. വളരെ ശാസ്ത്രീയമായി നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചും നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും നമുക്ക് പഠിക്കുവാനായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗോൾസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും 4 ഗോൾസാണ് സൈക്കോളജിക്കുള്ളത്. ഒന്നാമത്തെ ഗോൾ ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒബ്സർവിങ് എ ബിഹേവിയർ ആൻഡ് നോട്ടിങ് എവറിത്തിങ് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ശേഖരിക്കുകയാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ. എക്സാമ്പിളായിട്ട് എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണത് സംഭവിക്കുന്നത്, ആർക്കാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ സംഭവിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോട്ട് ചെയ്യുകയാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു അമ്മ തൻ്റെ മകനെയും കൊണ്ട് ഒരു കൺസൾട്ടേഷനായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരികയാണ്. ആ അമ്മയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മകന് ഈ നെയിൽ ബൈറ്റിംഗ് ബിഹേവിയർ ഉണ്ട്, അതായത് നഖം കടിക്കുന്ന ബിഹേവിയർ ഉണ്ട്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവന് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഒഴിവാക്കുന്നില്ല, യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ആ അമ്മയ്ക്ക് മകനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സൈക്കോളജിസ്റ്റ് അമ്മയുടെ മകൻ്റെയൊക്കെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് മകനാണ് പ്രോബ്ലം എന്നുള്ള കാര്യം മനസ്സിലായി, അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം മനസ്സിലായി, അതിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് ചോദിക്കുന്നു. അതായത് എത്ര സമയം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര സമയം ഈ മകൻ നെയിൽ ബൈറ്റിങ് ആ ബിഹേവിയർ കാണിക്കുന്നു, നഖം കടിക്കുന്ന ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, അതായത് എല്ലാ സമയവും ഈ നഖം കടിക്കുന്ന ബിഹേവിയർ ഉണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻസിലാണോ ഈ മകൻ നഖം കടിക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ സൈക്കോളജിസ്റ്റ് നോട്ട് ചെയ്യുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത് നോട്ട് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അവിടെ സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസൺസ്. ഇതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ടാമത്തെ ഗോൾ. അവിടെ വരുമ്പോഴത്തേക്ക് ഈ മകൻ നഖം കടിക്കുന്നു, എപ്പോഴൊക്കെയാണ് നഖം കടിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ മനസ്സിലാക്കി. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസൺ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ പല സിറ്റുവേഷൻസ് നോക്കി. ഒന്നാമത്തേതിൽ നമുക്കൊരു ലീഡിങ് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് എപ്പോഴൊക്കെയാണ് ഈ കുഞ്ഞ് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൽ ഏർപ്പെടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ നേച്ചർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പാറ്റേൺ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് എപ്പോഴൊക്കെയാണ് ഈ കുഞ്ഞ് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്, എപ്പോഴൊക്കെയാണ് ഈ കുഞ്ഞ് ആങ്ഷ്യസ് ആവുന്നത്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു റെസ്പോൺസാണ് ഈ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു പക്ഷേ നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആൻസറായി വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ നമ്മളവിടെ റീസൺ കണ്ടുപിടിച്ചു. നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ പിന്നിലുള്ള റീസണെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഗോളിലേക്ക് നീങ്ങുകയാണ്. അതാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പ്രഡിക്ഷൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ വിൽ ഇറ്റ് ഹാപ്പൻ അഗെയിൻ എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഗോളാണ് പ്രഡിക്ഷൻ. സോ ഇങ്ങനെ ഒരു ബിഹേവിയർ ഈ കുഞ്ഞ് കാണിക്കുന്നുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിൽ, ഫ്യൂച്ചർ കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഈ ഒരു കുഞ്ഞ് ഈ ഒരു ബിഹേവിയർ കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും, റീസൺ അറിയാം, നമുക്ക് സ്ട്രെസ്സാണ്, ആങ്സൈറ്റിയാണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ഇനി എപ്പോഴൊക്കെ ഈ കുഞ്ഞ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി എലിസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്, അപ്പോഴെല്ലാം ഈ കുഞ്ഞ് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ തീർച്ചയായിട്ടും കൂടും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി തീർച്ചയായിട്ടും കൂടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല, ഇനി അവൻ കുറച്ചുകൂടെ അവൻ്റെ ജീവിതത്തിലുള്ള സ്ട്രെസ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കുറയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളവിടെ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അവൻ്റെ ഫ്യൂച്ചറിൽ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്തു. മൂന്നാമത്തെ ഗോൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നാലാമത്തെ ഗോളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ, ഈ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, അതുപോലെ തന്നെ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അവരുടെ ജീവിതത്തിൽ എപ്രകാരം വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നാലാമത്തെ ഗോളിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ഇറ്റ് ബി ചേഞ്ച്ഡ് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ കൺട്രോൾ എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കും, അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടൊക്കും. ഇതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ചു. സ്ട്രെസ്, ആങ്സൈറ്റി, ഇതൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്ന റീസൺസ്. ഇത് നമുക്ക് കുറച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റീസൺസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് സ്ട്രെസ് അവന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആങ്സൈറ്റി അവന് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സിനെ വളരെ പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോഴത്തേക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് അവനിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള സൈക്കോതെറപ്പിയും ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊസീജിയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവൻ്റെ ഈ ഒരു ബിഹേവിയറിന് ഒരു ചേഞ്ച് വരാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. സോ അങ്ങനെ ആ ഒരു അമ്മയുടെയും മകൻ്റെയും പ്രോബ്ലത്തിന് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സൈക്കോളജിയുടെ 4 ഗോളിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മളവിടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആർക്കാണ് സംഭവിക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആ ഒരു പ്രോബ്ലത്തിൻ്റെ റീസൺസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാമത്തെ ഗോൾ പ്രഡിക്ഷനാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. നാലാമത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളാണ്. സോ ഈ ഒരു ബിഹേവിയറിന് ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു 4 ഗോളിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.